Ira, say hi. Hi. Good morning. Hi, hello, welcome back to our channel, My Cooking Stories. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു അടിപൊളി മട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ്റെ റാക്ക് കൊണ്ടുള്ളൊരു ഡിഷാണ്. ഇതാണ് മട്ടൻ്റെ റാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു വാരിയലിൻ്റെ ഭാഗം, ആ ഒരു ഭാഗമാണ് റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കാം. I like, share, and subscribe. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു 40 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് മസാല എന്ന് പറയാനായിട്ട് കുരുമുളക് പൊടിയും നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് അലുമിനിയം ഫോയിലിൽ നമ്മൾ പൊതിഞ്ഞിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കുരുമുളക് ആദ്യം ഇടാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറച്ചിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒന്ന് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 220 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത്. 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് എന്തായാലും ഓവനിലേക്ക് വെക്കാം. നമുക്ക് മട്ടൺ ഒന്ന് തുറന്നു നോക്കാം. മട്ടനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ജ്യൂസൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിന് ഒരു മസാലയും കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആ മസാല ഉണ്ടാക്കുന്നവരെ നമുക്കിത് അടച്ച് തന്നെ വെക്കാം. ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാനുണ്ട്. ഞാനിവിടെ ഇത്തിരി കുറച്ച് ബേ ലീവ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഫുൾ കുരുമുളക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ചുവന്ന മുളക്. അടുത്ത നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി സവോള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല സവോളയൊക്കെ ഇവിടെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇടാം. തക്കാളി ജസ്റ്റ് ഒന്ന് ഉടയുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ശരിക്കും ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി,
മസാല, പിന്നെ കുറച്ച് കുമിൻ പൗഡർ. ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിനകത്ത്. കാരണം ഈ വെള്ളത്തിൽ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് ലാമ്പ് ഇട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യും ഈ ഗ്രേവിക്കകത്തിട്ടിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി നമ്മുടെ റാക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാം. ഇതിൻ്റെ പുറത്തേക്കായിട്ട് നമ്മുടെ ഈ മസാല കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ബേക്ക് ചെയ്തപ്പോഴുള്ള ആ ജ്യൂസ് അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളൊരു റോസ്റ്റ് പരുവാകുന്നവരെ നമ്മൾ ഈ മസാല ശരിക്ക് കിടന്ന് ആവണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. കാണുമ്പോൾ അറിയാം വെള്ളമൊക്കെ ഒന്ന് ശരിക്കും വറ്റി വരുന്നുണ്ട്. ഇത് റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തിരി ഒരു ഡാർക്ക് കളർ ആവുന്നവരെ നമ്മളിങ്ങനെ ഇട്ട് വേവിക്കും. അപ്പോൾ അത്രയും ഒരു ഡാർക്ക് കളർ ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമുക്ക് എന്തായാലും അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ലാമ്പ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് എന്തായാലും തുറന്നു നോക്കാം. മസാലയൊക്കെ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ടേബിളിലോട്ട് പോയിട്ട് ഇനി ബാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് മുറിച്ച് നോക്കാം. മട്ടനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇത് കഴിച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. പൊറോട്ടയോ ബ്രെഡോ ചപ്പാത്തി എന്തിൻ്റെ കൂടെ നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനമാണിത്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇറച്ചിയൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് ഈ ഇറച്ചിയൊക്കെ. ചെറിയ ഒരു ഗ്രേവിയും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ മട്ടനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആ ഗ്രേവി ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും സമയമുള്ളപ്പോൾ മാത്രം കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. കാരണം നമുക്ക് ആദ്യം ഒരു 40 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഈ മസാല ഉണ്ടാക്കി മസാലയിൽ കിടന്ന് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത്
നമുക്കത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ മൂപ്പിച്ച് അന്നേരം ആ ഒരു ഗ്രേവിയൊക്കെ നമുക്ക് കാണാം, ആ ഒരു ബ്രൗൺ കളറായി നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരത്തുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാനിവിടെ 2 സവോളയൊക്കെ എടുത്തിട്ടുണ്ട്. സവോളയും ഈ മസാലയുടെ പൊറോട്ടയുടെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്യാമറയുടെ പുറകിൽ ഒരാളിരുന്ന് വെള്ളം ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് എന്തായാലും കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.